രണ്ട് കിടിലം ഫോണുകൾ നമ്മൾ ഇന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പോവാണ്. Z9s IQ Z9s എന്ന് പറഞ്ഞാൽ അടിപൊളി ഫോണെന്നുള്ള കാര്യം ഈ അടുത്ത കാലത്ത് എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ്, ഗംഭീര സാധനമാണെന്ന്. സോ ഇന്ന് ഇതിനെ എടുത്ത് നമ്മൾ OnePlus Nord C4 ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവാണ്. സോ 20,000 താഴെ ഈ രണ്ട് ഫോണിൽ ഏതായിരിക്കും ബെസ്റ്റ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയുണ്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് ഫോണുകളുടെ പ്രൈസ് നോക്കിയാൽ ഏതായിരിക്കും ബെറ്റർ എന്ന് നോക്കാം. 8GB RAM 128GB സ്റ്റോറേജിന് 19,000 രൂപ, 19,990 OnePlus. ഇതാകുമ്പോൾ ഇപ്പോൾ ഓഫറിൽ നമുക്ക് 17,990 കിട്ടുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ 12GB RAM 256GB സ്റ്റോറേജ് നമുക്ക് 19,990 കിട്ടും. എന്ന് വെച്ചാൽ ഇതിന്റെ ബേസ് വേരിയന്റ് എടുക്കുന്ന പ്രൈസിന് തന്നെ നമുക്ക് ഇതിന്റെ ടോപ്പ് വേരിയന്റ് കിട്ടുമെന്ന്. സോ പ്രൈസിന്റെ കാര്യത്തിൽ വേറെ ഒരു കൺഫ്യൂഷൻ വേണ്ട, ക്ലിയർ വിന്നർ ആണ് IQ Z9s. സോ ആ ഒരു മേഖല അപ്പം തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് തികച്ചും പേഴ്സണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചൂസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലും കണ്ടു നോക്കാം. നമുക്ക് ഇതിന്റെ ബാക്ക് പാനലിന്റെ ഒരു ഡിസൈൻ നോക്കുമ്പോൾ രണ്ടും ഭംഗിയുണ്ടല്ലേ. സോ ഡിസൈൻ വൈസ് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം. പക്ഷേ ചെറിയ പ്രശ്നമുണ്ട്, ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇത് നോർമൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, ഇതാവുമ്പോൾ നല്ല കിടിലൻ കെർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ കെർവ്ഡ് AMOLED ഡിസ്പ്ലേ വേണോ ഫ്ലാറ്റ് ഡിസ്പ്ലേ, ഇത് ഒരു നോർമൽ ഡിസൈനും കൂടിയാണ്, ഒരു ബോക്സി സാധാരണ ഡിസൈനാണ്. ഇതാകുമ്പോൾ വ്യത്യസ്തമായ ഒരു കെർവ്ഡ് ഡിസൈൻ എന്നൊക്കെ പറയുന്ന ഒരു രസമുണ്ട് കാണാൻ. മാത്രമല്ല ഇതിൽ IP64 റേറ്റിംഗും വരുന്നുണ്ട്. ഒപ്പം തന്നെ 7.49mm സ്ലിമ്മും കൂടിയാണ് ഈ ഫോൺ. ഈ ഫോൺ പക്ഷേ 8.1mm തിക്നെസ്സും ഉണ്ട്, IP54 റേറ്റിംഗേ വരുന്നുള്ളൂ. സോ സ്ട്രെങ്ത്, ഈ ഒരു കെർവ്ഡ് ഡിസ്പ്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വാട്ടർ റേറ്റിംഗ് എല്ലാം നോക്കുമ്പോൾ ഇത് ബെറ്റർ ആണ്. പക്ഷേ OnePlus കാണാൻ ഭംഗി കുറവൊന്നുമില്ല. സോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. എന്നാൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ, തീർച്ചയായിട്ടും IQ ബെറ്റർ ആണ്. കെർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഞാൻ അത് ബെറ്റർ ആണെന്ന് പറയല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം വിഷ്വൽ ക്വാളിറ്റി ഒക്കെ രണ്ടും നല്ലതാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടിലും ഫുൾ HD+ 120 Hz AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. IQൽ 6.77 ഇഞ്ച് വരുന്ന 120 Hz AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ HDR, അത് നെറ്റ്ഫ്ലിക്സിൽ, പ്രൈം വീഡിയോയിൽ, യൂട്യൂബിൽ എല്ലാം കാണാൻ പറ്റും. 4K നിങ്ങൾക്ക് കണ്ടന്റ് കാണാൻ പറ്റും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ. ഇതിൽ അതൊന്നും പറ്റില്ല, പ്രോസസറിന്റെ ലിമിറ്റേഷൻ ആണ്. അതായത് OnePlus ഇതൊന്നും പറ്റില്ല, 4K പോലും നിങ്ങൾക്ക് യൂട്യൂബിൽ പ്ലേ ആവില്ല. സോ അങ്ങനെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് കാര്യമായ ലിമിറ്റേഷൻ ഉണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ എന്നുള്ളത് മാത്രമല്ല, പ്ലേ ബാക്കിലും കാര്യമായ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അടക്കം കർവ് ഡിസ്പ്ലേ അടക്കം വരുന്നതുകൊണ്ട് തന്നെ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഇതിൽ എനിക്ക് ക്ലിയർ വിന്നറായിട്ട് IQ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ബ്രൈറ്റ്നസിന്റെ, പീക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യം നോക്കിയാൽ OnePlus ആണ് കേട്ടോ ബെറ്റർ. 2100 നിറ്റ്സ് വരുന്നുണ്ട്. IQൽ അത് 1800 നിറ്റ്സേ ഉള്ളൂ. പക്ഷേ അത് ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യമാണ്. ശരിക്കുള്ള ഹൈ ബ്രൈറ്റ്നസ് മോഡിന്റെ കാര്യത്തിൽ 1300 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് IQൽ കിട്ടുന്നുണ്ട്. 1200 നിറ്റ്സേ ഉള്ളൂ OnePlusൽ. തീർച്ചയായിട്ടും അതിൽ ബെറ്റർ IQ തന്നെയാണ്. സോ തീർച്ചയായിട്ടും പീക്ക് ബ്രൈറ്റ്നസ് പ്രയോറിറ്റി ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് OnePlus ആയിരിക്കും തീർച്ചയായിട്ടും നന്നായിട്ട് വരിക. സോ അപ്പോൾ അങ്ങനെയാണ് ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ ഏത് പിക്ക് ചെയ്യും തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. ഡിസ്പ്ലേയുടെ വിഷ്വൽ മീഡിയ എക്സ്പീരിയൻസിൽ അങ്ങനെയാണെങ്കിലും സൗണ്ടിന്റെ കാര്യത്തിൽ രണ്ടും തുല്യമാണ്. രണ്ടിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്, 300% വോളിയം വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിക്കൊന്നും രണ്ടിലും പ്രശ്നങ്ങളില്ല, ഡീസന്റ് സെറ്റപ്പ് ആണ് കേട്ടോ. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ അവിടെയും ഈ പ്രോസസറിന്റെ ലിമിറ്റേഷൻ വരുന്നുണ്ട് കേട്ടോ OnePlusന്. അതായത് നമുക്ക് ഇതിനകത്ത് 4K വീഡിയോ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പോലത്തെ മനോഹരമായ 4K വീഡിയോസ് നമുക്ക് IQൽ ഷൂട്ട് ചെയ്യാം. നമുക്ക് OnePlusൽ 4K സപ്പോർട്ട് ഇല്ല. എന്നാലും ഫുൾ HD നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കുക. ഒരുപാട് ക്യാമറ സാമ്പിളുകൾ, ക്യാമറ ഇമേജ് സാമ്പിളുകൾ ഞാൻ ഇവിടെ കൂടുതൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. കാരണം ഇതിൽ ഞാൻ ഒരെണ്ണം നല്ലതെന്ന് പറയുന്നത് ശരിയല്ല, പലരുടെയും ഇഷ്ടങ്ങൾ പല വിധത്തിലായിരിക്കും. സോ ഇഷ്ടമുള്ള ഫോട്ടോസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. രണ്ടിലും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. രണ്ടിന്റെയും സാമ്പിളുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ ക്യാമറ ഇമേജ് ക്വാളിറ്റി രണ്ടും നന്നായിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ 4K അടക്കം നമുക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ IQ ആണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന്. പിന്നെ IQൽ ഇത്തവണ ചില AI ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. ഒന്ന് AI ഇറേസർ, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ നമ്മളെടുത്ത ഫോട്ടോയിൽ നിന്ന് നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ സാധിക്കും, ഇതുപോലെ. അതുപോലെ മറ്റൊന്നാണ് AI ഫോട്ടോ എൻഹാൻസ്. ഇത് തീർച്ചയായിട്ടും നല്ലതാണ്. ഒരു പഴയ ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി ബ്ലറായ ഫോട്ടോ ഒക്കെ ആണെങ്കിലും പഴയതാണെങ്കിലും അതിനെ ഒന്ന് ക്വാളിറ്റി കൂട്ടി തരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ റിസൾട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള AI ഫീച്ചറുകൾ IQലുണ്ട്, OnePlusൽ നമുക്ക് കിട്ടുന്നില്ല. സോ ഇതും IQവിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരമായി പ്രോസസറിന്റെ ലിമിറ്റേഷൻ പറഞ്ഞുകൊണ്ട് OnePlusന് പറയുന്നു. ഏതാണ് ഈ പ്രോസസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 695 എന്ന പ്രോസറാണ്. 2-3 വർഷം 2-3 ഇയർ ഓൾഡ് പ്രോസറാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിന് കാണും. ബട്ട് ഇത് ഏറ്റവും പുതിയ പ്രോസറായ Dimensity 7300 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുന്നത്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും ഒക്കെ നമുക്ക് ഈ രണ്ട് ഫോണുകളും ഒരേപോലെയാണ് വരുന്നത്. ഗെയിം കളിക്കാൻ നോക്കുമ്പോൾ നമുക്ക് IQ കുറച്ച് നല്ലതാണ്. സ്മൂത്ത് എക്സ്ട്രീമിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും, BGMI കളിക്കാൻ പറ്റും. ഇതിൽ അൾട്ര വരെ ഉള്ളൂ. അപ്പോൾ അത് ഒരേ ലിമിറ്റേഷനാണ്. ഈ ഒരു പ്രൈസിന് ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് ഇവിടെ അൾട്രയെ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റേഷനാണ്. സോ അത് തീർച്ചയായിട്ടും ചിന്തിക്കുക. ഇതിൽ നമുക്ക് സ്മൂത്ത് എക്സ്ട്രീം കിട്ടും. സോ ഗെയിമിംഗ് ആണ് കൺസെപ്റ്റ് എങ്കിൽ, മനസ്സിലുള്ളതെങ്കിൽ OnePlus വേണ്ട, IQ ആണ് നല്ലത്. മാത്രമല്ല ഒരുപാട് ഗെയിമിംഗ് ഫീച്ചേഴ്സ്, അൾട്രാ ഗെയിം മോഡ്, ഇ സ്പോർട്സ് മോഡ് പോലുള്ള കാര്യങ്ങൾ, മിസ്റ്റച്ച് പ്രിവെൻഷൻ, മോഷൻ കൺട്രോൾ, 2000 ഹെർട്സിന്റെ ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ 4D ഗെയിം വൈബ്രേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഗെയിമിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബെറ്റർ പെർഫോമൻസ് IQലാണ് കിട്ടുക. സോ ഈ കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിൽ Oxygen OS 14 Android 14 ബേസ്ഡ് ആണ്. ഇത് FunTouch OS 14 Android 14 ബേസ്ഡ് ആണ്.
രണ്ടിലും ചെറിയ ചെറിയ പരസ്യ ആപ്ലിക്കേഷനുകൾ കിടക്കുന്നുണ്ട്. ഓക്സിജൻ ഓയിസിൻ്റെ ആ പണ്ട് പരസ്യ ആപ്ലിക്കേഷനുകളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആ സംഭവമൊന്നും ഇപ്പോൾ ഇല്ല. ഇതിനകത്ത് പരസ്യ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് കാണാം. സോ ആ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ പോയി. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ഏത് UI എന്ന് വെച്ചാൽ രണ്ടും എനിക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. സ്മൂത്തായ UI ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പെർഫോമൻസിലും യാതൊരു അപാകതയില്ല. സോ മൊത്തത്തിൽ പെർഫോമൻസിന്റെ ഭാഗത്ത് ഉറപ്പായിട്ടും IQ തന്നെയാണ് ബെറ്റർ. എന്നാൽ ബാറ്ററിയുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടിലും 5500 mAh ബാറ്ററിയാണ്. ബട്ട് IQവിൽ നമുക്ക് 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ളൂ. ഇതിൽ നമുക്ക് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് കൊടുത്തിട്ടുണ്ട് OnePlus. സോ തീർച്ചയായിട്ടും ബെറ്റർ ഫാസ്റ്റ് ചാർജിംഗ് OnePlusലാണ്. നിങ്ങൾക്ക് വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ OnePlus ആണ് എടുക്കേണ്ടത്, IQ അല്ല. ബാറ്ററി ലൈഫിൽ രണ്ടും തുല്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. രണ്ടിലും 5500 mAh ബാറ്ററി ആണല്ലോ. പക്ഷേ ചെറിയ പ്രശ്നമുണ്ട്. ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ 695 6nm പ്രോസസ്സറുള്ള പ്രോസസ്സറാണ്. ഇത് 4nm പ്രോസസ്സറാണ് ഈ Dimensity 7300. സോ ഇതിൽ ബെറ്റർ ബാറ്ററി അല്ലെങ്കിൽ എനർജി എഫിഷ്യൻസി നമുക്ക് കിട്ടും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ സെയിം ബാറ്ററി ആണെങ്കിലും ബെറ്റർ ബാറ്ററി ലൈഫ് IQവിലായിരിക്കും. ഒരു കാര്യം കൂടി നമുക്ക് ഇതിന്റെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൽ വരുമ്പോഴും IQ കുറച്ച് ബെറ്റർ ആണ്. അതായത് Wi-Fi 6, Bluetooth 5.4 പോലുള്ള കാര്യങ്ങളാണ് നമുക്ക് IQവിൽ കിട്ടുക. Wi-Fi 5, Bluetooth 5.1 ഒക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്, OnePlusൽ വരുന്നത്. സോ ആ കണക്ടിവിറ്റിയുടെ കാര്യത്തിലും കുറച്ച് ബെറ്റർ നമുക്ക് IQ തന്നെയാണ്. ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി നല്ല സ്റ്റേബിളായ ബെറ്ററായ നെറ്റ്വർക്ക് റിസപ്ഷനൊക്കെ ആവശ്യം വരും. അവിടെയും കുറച്ച് നന്നാവുക IQ തന്നെയായി. സോ നിങ്ങളൊരു വലിയ OnePlus ഫാൻ അല്ല എങ്കിൽ ഈ രണ്ട് ഫോണിൽ ഉറപ്പായിട്ടും IQ ആണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ റേഞ്ചിലെ രണ്ട് നല്ല ഫോണുകളാണ്. ബട്ട് ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ IQ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. ഓൾറെഡി OnePlus ആണ് എടുക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ ഇത് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ സെയിൽ 29-ാം തീയതിയാണ്, 12 മണിക്കാണ് ആരംഭിക്കുന്നത്. പർച്ചേസ് ലിങ്കും കാരണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ചിലരിപ്പോൾ പറയുന്നത് IQവിന്റെ ഒരു ബൈസ്ഡ് ആയ ഒരു വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അതിൽ യാതൊരു പോയിന്റും ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഓരോ ഭാഗവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യകാരണ സഹിതം കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണുന്നവർക്കും ഉപകാരപ്പെടും. തീർച്ചയായിട്ടും കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും IQ C9s ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ഫോൺ തന്നെയാണ്. കമ്പനി അത് മീറ്റ് ചെയ്യുന്നതിൽ, ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു ഫോൺ ഇറക്കുന്നതിൽ വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് ഫോണുകൾ തമ്മിലൊരു ചെറിയ കമ്പാരിസൺ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെങ്ങനെയുണ്ടെന്നൊക്കെ. അത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതാണ്. കുറച്ചും കൂടി സൗകര്യപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.